ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണേ. പിന്നെ തെളിഞ്ഞ ഒരു ദിവസം, അധികം മഞ്ഞില്ല, തണുപ്പില്ല, നല്ല തെളിഞ്ഞ ആകാശവും നല്ല ചെറിയൊരു കാറ്റും. പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അപ്പോൾ പിന്നെ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോകാന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും മുമ്പ് എനിക്കൊരു കട്ടൻ ചായ കുടിക്കണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. കട്ടൻ ചായ കുടിച്ചാലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുള്ളൂ. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് എല്ലാം കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞ ശേഷം വിളക്ക് കത്തിച്ച് വീട്ടിൽ പ്രാർത്ഥിച്ച് ചെറിയൊരു പൂജ ഉണ്ടായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങണേണ്. അപ്പോൾ ഇത് അടുത്തുള്ള ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ക്ഷേത്രം കുറച്ച് അകലെയാണ്. അപ്പോൾ പിന്നെ ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള തന്നെ അമ്പലമാണ് കേട്ടോ. ഇത് ഒരു വിഷ്ണു ദേവന്റെ അമ്പലമാണ്. ഇതെന്താ ചേട്ടന്റെ മുതുക, എന്റെ മുഖം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാന്ന് വെച്ചു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച അമ്പലം കുറച്ച് അകലെയാണ്. അപ്പോൾ ഇച്ചിരി മല അടിവാരം വരെ പോകണം. ഇച്ചിരി കാടിനോട് ചേർന്നുള്ള സ്ഥലം ഇത് കാരണം ചുറ്റുമരവും ഇതൊക്കെ ഇത് കൂടുതലായിരിക്കും. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം സിറ്റിയുടെ വലിയ ഇതുണ്ടെങ്കിൽ വന്നാൽ ഒരുപാട് അങ്ങനെ ഒരു കുഗ്രാമവും അല്ല, ഒരു വലിയ സിറ്റി ലൈഫും അല്ല. എന്നാൽ പിന്നെ അത്യാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല ടാറിട്ട് റോഡൊക്കെ തന്നെയാണ്. നല്ല ബസ് സർവീസൊക്കെ ഉള്ള റൂട്ട് തന്നെ, ബസ് റൂട്ട് തന്നെയാണ് ഇത്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ട്രാഫിക് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. എന്നാലും അത്യാവശ്യത്തിന് ട്രാഫിക് ഉണ്ടായിരിക്കും. ചുറ്റിനും മരവും കാടിനോട് ചേർന്നുള്ള സ്ഥലം ഇത് കാരണം ചിലപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരിക്കും. പിന്നെ കുറേ കൃഷിയും സ്ഥലങ്ങളും തെങ്ങും വാഴയും എല്ലാം പിടിപ്പിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ ദേ അമ്പലത്തിലെത്തി. ഇത് കരിവരദരാജ പെരുമാൾ കോവിൽ എന്ന് പറയും. ഇവിടെ ഈ ദിവസം, ഈ വൈകുണ്ഠ ഏകാദശി ദിവസം വന്നിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ വന്നിട്ട് വിഷ്ണുവിന്റെ അമ്പലത്തിൽ എല്ലാത്തിനകത്തും ഭയങ്കര വിശേഷമുള്ളത് തന്നെ. പോണതിന്റെ ചേട്ടനാണ്. അങ്ങനെ ഇത് ഞാനിപ്പോൾ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഞാൻ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാ വിചാരിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാനും എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വാതിലില്ലേ, കാണിക്കണ വാതിൽ, ഇത് വന്നിട്ട് സ്വർഗവാതിൽ എന്നാ പറയുന്നത്. ഇതാണ് സ്വർഗവാതിൽ. ഇതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആണ്ടിലൊരിക്കലേ ഈ വാതിൽ തുറക്കുള്ളൂ. അപ്പോൾ ഈ വാതിലിൽ കൂടെ അമ്പലത്തിനകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോക്ഷം കിട്ടും എന്നുള്ളത് ഇതാണ് അതിന്റെ പ്രധാനം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചിട്ട് ഈ പോക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് ആവാരമ്പൂ എന്ന് പറയും. അപ്പൊ ആവാരമ്പൂ നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. ഇച്ചിരി ഏകദേശം നമ്മളുടെ കണിക്കൊന്നേനെ പോലെ സാമ്യമുള്ള ഒരു പൂവാണ്. നല്ല മഞ്ഞ കളറിലെ പൂവാണ്. അപ്പൊ അതൊന്നും എനിക്ക് പറിക്കണം. എന്നിട്ട് അതിന് പോക്കാണിത്. ഈ കാണുന്നതാണ് ആവാരമ്പൂ എന്ന് പറയുന്നത്. ഇത് വലിയ മരമൊന്നുമല്ല, ചെറിയൊരു കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണ്. പൂ കണ്ടെന്നാൽ ഏകദേശം കൊന്നപ്പൂ പോലെ തന്നെ ഉണ്ടായിരിക്കും. നല്ല മഞ്ഞ കളറിലായിട്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ സമയത്ത്, ഈ വിന്റർ സമയത്തൊക്കെ വന്നിട്ട് ഇവിടെ ഭയങ്കര തണുപ്പും മഞ്ഞുമാണ്. അപ്പൊ ശരീരമൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വിണ്ട് കീറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഇച്ചിരി ഇതും കുറച്ച് അധികം സാധനങ്ങളും ഇച്ചിരി ചെമ്പരത്തിയുടെ ഇല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരീരത്തിൽ ഇട്ടണമെങ്കിൽ ശരീരത്തിന് അധികം വലിച്ചെല്ലാം ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി ഇച്ചിരി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഈ പൂ പറിക്കാനായിട്ട് എത്തി. 2-3 ആഴ്ച ഉദ്ദേശിക്കുന്നത് പോകണമെന്നാണ്. പിന്നെ ഇന്നാണ് ഒത്തു വന്നത്. ഇതിനു വേണ്ടി ഇറങ്ങണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പൂ പറിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വേറൊരാളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയമായിരുന്നു അവിടെ. അപ്പൊ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല. ഒരു കരിവണ്ടാണോ അതിന്റെ വലിയ തേനീച്ചയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പുള്ളീനെ വല്ലാതെ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കണ്ട. അപ്പൊ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി. വേറൊരു സ്ഥലത്തും കൂടെ ഈ പൂ നിൽക്കണ്ടായിരുന്നുണ്ട്. അപ്പൊ ആ പൂവ് ഇതാണ് കേട്ടോ ആ ചെടി. നല്ല മഞ്ഞ കളറിലെ പൂവാണ്. ഇപ്പൊ എന്റെ ഫോൺ റെസൊല്യൂഷനിൽ അത്രയൊക്കെ എല്ലാം അറിയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല ശരി. അതിന്റെ മൊട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊന്നപ്പൂവിനെ പോലെ തന്നെ ഉണ്ടായിരിക്കും കാണാനായിട്ട്. പക്ഷെ ഇല മാത്രം വ്യത്യാസമുണ്ട്. പിന്നെ ഇത് കുറ്റിച്ചെടിയാണ്, മരമല്ല. അത്രേ ഉള്ളൂ അതിനായിട്ടുള്ള വ്യത്യാസം. കൊന്ന പോലെ തന്നെ ഇങ്ങനെ നീണ്ടൊക്കെ നിൽക്കണ്ടായിരിക്കും. മൊട്ട് കണ്ട ഇച്ചിരി കൊന്ന പോലെ തന്നെ ഇല്ലേ, ഇച്ചിരി പോലെ വരും. അപ്പൊ അതും പറിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ വട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വട മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആഡ് ഓൺ പോയെന്ന് വെച്ചാൽ കുറച്ച് സാമ്പാറും ചട്നിയും അവർ കൂടി തരും ഇവിടെ തമിഴ്നാട്ടില്. അപ്പൊ അതും കിട്ടി. പിന്നെ അതിനുവേണ്ടി ഞാൻ തൊട്ടുകൂട്ടാൻ വേണ്ടി ഒന്നും അന്വേഷിക്കണം.